ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാരണം ഇനി എത്ര നരച്ച മുടിയാണെങ്കിലും പ്രായഭേദമന്യേ നമുക്ക് മുടി കറുപ്പിക്കാൻ പറ്റുന്ന അടിപൊളി കിടക്കാച്ച സൂത്രമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എനിക്ക് എത്ര പ്രായമായാലും മുടി നരച്ചോട്ട് ടെൻഷൻ അടിക്കേണ്ട, മുടി നരച്ച് ഇഷ്ടമല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. ചിലർക്ക് നരച്ച മുടിയൊക്കെ വളരെ ഇഷ്ടമാണ്. അങ്ങനെ ഇഷ്ടമില്ലാത്തവർക്ക് ടെൻഷനൊന്നും അടിക്കേണ്ട. ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുവാണെങ്കിൽ നമ്മുടെ മുടി കട്ട കറുപ്പാക്കി എടുക്കാൻ പറ്റും. അതിന് പറ്റിയൊരു സൂത്രമാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് അതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ. അതുപോലെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ടിപ്പ്, നമ്മുടെ വീടുകളിൽ ഇതുപോലെ കൂർക്കയൊക്കെ മേടിക്കും അല്ലേ. അപ്പോൾ ഈ കൂർക്കയുടെ തൊലി കളയാൻ വളരെ പാടാണ്. ചെറിയ കൂർക്കയാണെങ്കിലും വലിയ കൂർക്കയാണ്, തൊലി കളയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ, പെട്ടെന്ന് തൊലി കളഞ്ഞെടുക്കാനും പറ്റത്തില്ല. അപ്പോൾ ചെയ്യാൻ പറ്റിയ 2 ടിപ്പുകളാണ് ഞാൻ അവിടെ പറയുന്നത്. ഇപ്പം നമ്മൾ കുറച്ച് കൂർക്കയുണ്ടെങ്കിൽ അതെടുത്ത് ഇതുപോലെ വെള്ളത്തിൽ ഒരു പിടി കല്ലുപ്പും കൂടി ഇട്ടതിന് ശേഷം കുറച്ച് നേരം ഒന്ന് മുക്കി വെച്ചിട്ട് അതേ കൈ കൊണ്ട് ഇങ്ങനെ തൂത്തെടുക്കുവാണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ തൊലി കളയാവുന്നതാണ് കേട്ടോ. കത്തിയൊന്നുമില്ല, അതന്നെ നമുക്ക് കണ്ട പെട്ടെന്ന് തന്നെ തൊലി പോകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ, സിമ്പിളായിട്ടൊരു ടിപ്പാണ്. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ വീടുകളിൽ എല്ലാവരുടെ വീടുകളിൽ സ്ക്രബ്ബർ കാണുമല്ലോ, നമ്മൾ പാത്രം കഴുകുന്നതിൻ്റെ ആ ഒരു സ്ക്രബ്ബർ എടുക്കുക, അത് ഇതിലേക്കിട്ട് ഉരച്ച് കൊടുക്കുക. അതായത് ഓരോ ഇത് എടുത്തിട്ട് അതിലേക്ക് ഒന്ന് ഉരച്ച് കൊടുക്കുക. ഓരോന്നൊക്കെ എടുത്തിട്ട് ഇതേ രീതിയിൽ ഒന്ന് അങ്ങോട്ട് ഉരച്ച് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ തൊലി പോകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഐഡിയ ആണ്. അപ്പോൾ ഇതിനും കത്തിയും കത്രികയും ഒന്നും വേണ്ട ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ തൊലിയെല്ലാം കളഞ്ഞ് നമുക്ക് മെഴുക്കുവരട്ടിയോ കറിയൊക്കെ ആണെങ്കിലും വെക്കാൻ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നല്ലൊരു ടിപ്പാണിത്. പെട്ടെന്ന് തന്നെ തൊലിയോട് കുട്ടികളെ കൊണ്ട് വരെ നമുക്കിതിൻ്റെ തൊലി കളയിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുമല്ലോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫുള്ള് തൊലിയൊന്ന് കളഞ്ഞിവിടെ എടുത്തിട്ടുണ്ട്. എടുത്തതിന് ശേഷം നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുവാണെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ തൊലിയെല്ലാം പോകുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ നിങ്ങൾക്കെല്ലാം ചെയ്യാൻ താല്പര്യക്കുറവുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ചെറിയൊരു സഞ്ചി പോലെ എടുക്കുക. ആ സഞ്ചിയിലേക്ക് വന്നിട്ടതിന് ശേഷം കല്ലിൽ വെച്ച് ഓരോ ഉരയ്ക്കുവാണെങ്കിൽ അതിൻ്റെ ഫുള്ള് തൊലിയും പോകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ 3 ടിപ്പുകളും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ ഇവിടെ മറക്കരുത്. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ഇവിടെ കുറച്ച് മാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മാവ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മാവ് പലരും പറയും മാവ് എങ്ങനെയൊക്കെ നമ്മൾ ചെയ്താൽ ഇടിയപ്പം നല്ല സോഫ്റ്റ് ആകത്തില്ല. അതുകൊണ്ട് പലർക്കും ഇടിയപ്പം ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. പക്ഷേ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം നിങ്ങൾ. നല്ല സോഫ്റ്റും അതുപോലെ ടേസ്റ്റും ആയിരിക്കും നമ്മുടെ ഇടിയപ്പത്തിന്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അരിപ്പൊടി എടുക്കാം. നല്ല അരിപ്പൊടി, ഫ്രഷ് ആയിട്ടുള്ള അരിപ്പൊടി എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. ഇപ്പം നമ്മൾ എപ്പോഴും ഫ്രഷ് ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലുള്ള അരിപ്പൊടി എടുക്കുക. വറുത്ത അരിപ്പൊടി വേണം എടുക്കാനായിട്ട്. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 2 ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയാണ് ഞാൻ ഇവിടെ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അതുകൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ കൈ കൊണ്ട് ഞെവിടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ നല്ല തിളച്ച വെള്ളം കാണുമല്ലോ, ചൂടുവെള്ളം, ആ ചൂടുവെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ. എന്നാൽ മാത്രമേ നമ്മുടെ മാവ് നല്ലപോലെ സോഫ്റ്റായി കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും സാധനം ഒന്ന് ചേർത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ചൂടോടുകൂടി തന്നെ നിങ്ങളിത് മിക്സ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ അതൊരു വേവ് പോലെയാണ്. നമ്മുടെ ഇത് ചൂടോടെ ഒഴിക്കുമ്പോൾ നമ്മുടെ മാവ് വെന്ത് വരും. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഇളക്കി കൊടുത്തില്ലെങ്കിൽ മാവ് വേഗത്തില്ല. അതുകൊണ്ടാണ് ഈ സോഫ്റ്റ് ആകാതെ കട്ടിയായിട്ട് പോകുന്ന നമ്മുടെ മാവ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ല, നല്ല സോഫ്റ്റായിട്ട് ആ മാവിനെ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇടിയപ്പം കണ്ടു നോക്കിക്കാൻ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല ഇതിന് ടേസ്റ്റ് ഗുണം തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കുവാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നല്ല നൂലായിട്ട് നമുക്കിത് നൂലപ്പം പോലെ പലരും നൂലപ്പം എന്നൊക്കെ പറയും ഇതിന്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇടിയപ്പം നമുക്കിവിടെ തയ്യാറാക്കിയെടുക്കാം. അതുപോലെ സോഫ്റ്റുമാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. നമ്മുടെ വീട്ടിൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരയ്ക്കുമ്പം ഇത് മാസങ്ങളോളം അല്ല വർഷങ്ങളോളം നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന സൂപ്പർ ടിപ്പാണിത്. അപ്പോൾ ഈ നല്ലപോലെ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് കഴുകിയെടുത്ത ശേഷം ആ വെള്ളമെല്ലാം നല്ല ഉണക്കിയെടുത്തതിന് ശേഷം വേണം നമ്മളിത് ചെയ്യാനായിട്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ അതേ അളവിൽ തന്നെ 1 ടീസ്പൂണോളം വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ നരച്ചെടുക്കുക. ഒരുപാട് പേസ്റ്റായിട്ട് ഇത് അരയ്ക്കരുത്. ഇതേ രീതിയിൽ വേണം നിങ്ങളൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇതേ രീതിയിൽ ആക്കാവുള്ളൂ. അല്ലാതെ നെയ്യ് പോലും അരച്ചെടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ നല്ലപോലെ ഇത് അരച്ചിട്ട് നമുക്കൊരു നല്ലൊരു കുപ്പിയിലേക്ക്, വെള്ളമയം ഒന്നും ഇല്ലാത്ത കുപ്പിയിലേക്ക് അരച്ച് നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. എല്ലാവരും വീട്ടുകളിൽ കാണുമല്ലോ, പലരും ഉപയോഗിക്കുന്ന, സ്ത്രീകളൊക്കെ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ സിന്ദൂരം.
പലരുടെയും വീടുകളിൽ കാണുന്നതാണ് ഈ സിന്ദൂരം അല്ലേ. അപ്പോൾ ഈ സിന്ദൂരം കൊണ്ടുള്ള കിടക്കാച്ചി ഒരു സൂപ്പർ ടിപ്പ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല അടിപൊളി ടിപ്പാണ്. ഇങ്ങനെ ആരെങ്കിലും പ്രതീക്ഷിച്ച് കാണുമോ ഇങ്ങനെ ഒരു ടിപ്പ് ഇതിലുണ്ടെന്ന്? അപ്പോൾ നമുക്ക് ഇതെന്താണ് സംഭവം എന്നൊന്ന് നോക്കാം. ഈ സിന്ദൂരം നമുക്ക് നമ്മുടെ വീടുകളിൽ കയറി വരുന്ന ഉറുമ്പുകളെ തുരത്താൻ വളരെ നല്ലതാണ് കേട്ടോ. ഇതിൻ്റെ മണം നമ്മുടെ ഈ ഉറുമ്പിനൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് വീടിൻ്റെ പരിസരത്ത് പോലും ഇത് വരുന്നൊരു പ്രത്യേക ഒരു സ്മെല്ലാണ്. ഇത് മാത്രമല്ല, ഇതിൽ അടങ്ങിയിരിക്കുന്നതാണ് മഞ്ഞൾ പൊടി, ചുണ്ണാമ്പ്, ഇതൊക്കെ ഇതിൽ അടങ്ങിയിരിക്കേണ്ട സിന്തറ്റിക് ആയിട്ടുള്ള കളറുകളും ഇതിലൊക്കെ ഒത്തിരി അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു തുള്ളി ഉറുമ്പ് വരുന്ന വരിയിലും അതുപോലെ ഉറുമ്പ് എവിടെയാണ് ഏത് ഹോളിൽ നിന്നാണ് വരുന്നതിൽ കുറച്ച് ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ വീടിൻ്റെ പരിസരത്ത് പോലും ഉറുമ്പ് വരുത്തില്ല. ഇത് കണ്ടില്ലേ, നമ്മുടെ ഈ ഭിത്തി വഴി ഈ സൈഡ് വഴിയൊക്കെയാണ് ഉറുമ്പ് വരുന്നത്. ആ ഉറുമ്പിനെയൊക്കെ തുരത്താൻ ഇതൊരു തുള്ളി ഒന്ന് തൂകിയിട്ടാൽ മാത്രം മതി. അത് നല്ല ഉറുമ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് പരീക്ഷിച്ചപ്പോൾ നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ വാസനയും ഒന്നും ഈ ഉറുമ്പുകൾക്ക് ഇഷ്ടമല്ല. പിന്നെ ഇട്ട് കൊടുക്കുന്ന വഴി ഉറുമ്പ് ആ വശത്തോട്ട് പോലും വരത്തില്ല. പിന്നെ ചുണ്ണാമ്പുള്ളപ്പോഴത്തേക്കും ആ ചുണ്ണാമ്പിൻ്റെ ഒരു ഇത് കാരണം ആ ഒരു വശത്തോട്ട് ആ ഉറുമ്പ് വരുത്തേയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഉറുമ്പ് സിന്ദൂരം ഇട്ടാൽ വരാത്തത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ ഈ വരുന്ന വഴിയെല്ലാം കുറച്ച് സിന്ദൂരം ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് കടയിൽ നോടിപ്പോയാൽ മേടിക്കാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ കയ്യിൽ സിന്ദൂരം ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് തൂവി നോക്കൂ. നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊണ്ട് സപ്പോർട്ട് കൂടി ചെയ്യാൻ പറയണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിനെല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതേ ആ ഉറുമ്പിൻ്റെ വരുന്ന വഴിയെല്ലാം ഞാനൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ഇപ്പോൾ ഉണ്ടാകുന്ന അകാല നര അത് പാരമ്പര്യമായിട്ടും അല്ല നമ്മുടെ ഇപ്പോൾ വെളിയിൽ നിന്നുള്ള ഫുഡ് കാര്യങ്ങളെല്ലാം കൊച്ചു നാൾ മുതൽ കുട്ടികളെല്ലാം മേടിച്ച് കഴിക്കുക അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിനൊക്കെ ഒത്തിരി വ്യത്യാസങ്ങൾ വരും. അങ്ങനെ നമ്മുടെ മുടിയൊക്കെ കറുത്ത മുടിയൊക്കെ നരയ്ക്കാനായിട്ട് സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് വീട്ടിൽ നാച്ചുറലായിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണിത്. പെട്ടെന്നാണ് ഇപ്പോൾ ജോലിക്കാർക്ക്, ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കും, പഠിക്കുന്നവർക്ക്, ജോലിക്കാർക്കും എല്ലാം ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. അവരെവിടെയാണോ ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്ക് അവിടെ തന്നെ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ടിപ്പാണ് കേട്ടോ. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇരുമ്പ് ചട്ടി ഇല്ലെങ്കിൽ സ്റ്റീൽ പാത്രമാണെങ്കിലും എടുത്താൽ മതി. ഇപ്പോൾ എൻ്റെ നല്ല തുരുമ്പ് പിടിച്ച ഒരു ഇരുമ്പ് ചട്ടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ആ ഇരുമ്പ് ചട്ടിയിലേക്ക് 1 ടീസ്പൂൺ, ഇപ്പോൾ കുറച്ച് മുടിയെ നരച്ചിട്ടുള്ളൂ, അതുകൊണ്ട് 1 ടീസ്പൂണോളം കോഫി പൗഡറാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ബ്രൂ കോഫിയുടെ പൗഡറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാപ്പിപ്പൊടിയാണെങ്കിൽ എടുക്കാമേ. അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂണ് കരിഞ്ജീരകം കൂടി ഇട്ട്, കരിഞ്ജീരകം പൊടിച്ചെടുത്ത് വെച്ചേക്കണം, അതുകൂടെ ചേർത്ത് കൊടുക്കുക അതേ അളവിൽ തന്നെ. പിന്നെ അതേ അളവിൽ തന്നെ 1 ടീസ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ആ മിക്സ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റത്തേക്ക് അടച്ചു വെച്ചതിന് ശേഷം ഇത് നമ്മുടെ എണ്ണമയമില്ലാത്ത മുടിയിലേക്ക് തേച്ച് കൊടുക്കുക. 1 മണിക്കൂർ നിങ്ങൾക്ക് സമയം കിട്ടുന്നതനുസരിച്ച് നിങ്ങൾ കഴുകി കളഞ്ഞാൽ മതി. ഷാമ്പു ഇട്ടൊന്നും കഴുകരുത്. താളിപ്പൊടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിട്ട് കഴുകിയാൽ മതി കേട്ടോ. ഈ കാപ്പിപ്പൊടിയിൽ കഫെയിൻ അടങ്ങിയിട്ടുള്ളത് കാരണം മുടിയുടെ വേര് മുതൽ കട്ട കറുപ്പാക്കാൻ സഹായിക്കുന്നതാണ്. അതുമാത്രമല്ല മുടി വളർച്ചയ്ക്കും വളരെ നല്ലതാണ് നമ്മുടെ ഈ കോഫി പൗഡർ. അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുണ്ട്. തലയോട്ടിക്ക് നല്ല സംരക്ഷണം നൽകുകയും മുടി കേടുപാടുകളിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുന്നതാണ്. പിന്നെ ഇതിൽ നാച്ചുറൽ പിഗ്മെൻറ്റ്സ് അടങ്ങിയിട്ടുള്ളത് കാരണം ഇത് നരച്ച മുടിയെ ഇളം ബ്രൗൺ ഡാർക്ക് ഷെയ്ഡിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ്. അതിനാൽ നരച്ച മുടി താൽക്കാലികമായി നമുക്ക് കറുപ്പിനോട് ചേർന്ന നിറം കിട്ടുന്നതുമാണ് കേട്ടോ. അപ്പം നിങ്ങളതൊന്ന് ചെയ്ത് നോക്കുക. പിന്നെ ടാനിൻ മുടിയുടെ നിറം കുറച്ച് നേരം പിടിച്ച് നിർത്താൻ സഹായിക്കുന്നതാണ്. നമ്മുടെ നരച്ച മുടിയുടെ ഇതിൽ പിടിച്ചിരിക്കുന്ന ബ്രൗൺ കളർ ഉണ്ടല്ലോ, ബ്ലാക്ക് കളർ, അത് കുറച്ച് നേരം നാളത്തേക്ക് നമ്മുടെ മുടിയിലേക്ക് അങ്ങനെ തന്നെ പിടിച്ച് നിർത്താൻ സഹായിക്കുന്നതുമാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കണം. കണ്ടില്ലേ, ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഡാർക്ക് കളറിലേക്ക് നല്ല ഒരു ബ്ലാക്ക് കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ ആ തൈരാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. തൈര് അലർജി, മുടി തലയിൽ എന്തെങ്കിലും അലർജി കാര്യങ്ങളുണ്ടെങ്കിൽ അത് പോകുന്നതാണ്. നല്ല ഈർപ്പം നിലനിർത്താൻ സഹായിക്കുന്നതാണ് തലയോട്ടിയിൽ. അതുപോലെ തന്നെ മുടിയിൽ താരൻ പോകാൻ സഹായിക്കുന്നതാണ്. നല്ലൊരു എഫക്റ്റാണ് നമ്മുടെ ഈ തൈരും കൂടെ ചേരുമ്പോഴത്തേക്ക് ഇതിന് തലമുടിക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള, അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബായ്.